നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും 2024 ബിടെക് വിഭാഗം എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ജെഇ മെയിൻ 2024 ബിടെക് ജനുവരി 27, 29, 30, 31 തീയതികളിലായി ഓൺലൈനായി നടക്കുന്നു. അതിൽ 27-ാം തീയതി എക്സാം നടക്കുന്ന വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡുകൾ jemain.nta.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 24-ാം തീയതിയാണ് BARCന്റെ എക്സാം നടന്നത്. പല കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡുകളുമായി പോയപ്പോൾ അത് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തപ്പോൾ വന്ന സാങ്കേതികമായ ബുദ്ധിമുട്ട് കാരണം ബാർകോഡ് യഥാസ്ഥലത്ത് ഡിസ്പ്ലേയിൽ വരാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായതായിട്ട് NTA അറിയിച്ചിട്ടുണ്ട്. അപ്പം ജെഇ മെയിൻ 2024 ഈ ബിടെക്കിൻ്റെ 27-ാം തീയതി മുതൽ നടക്കുന്ന എക്സാമിന് നിങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡുകൾ ബാർകോഡ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യണമെന്നുള്ള നോട്ടിഫിക്കേഷനോട് ഉൾപ്പെടെയാണ് ഇപ്പോൾ പുതിയ അഡ്മിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്താണ് നമുക്ക് അഡ്മിറ്റ് കാർഡുകളിലും അതുപോലെ എക്സാം സെൻറ്ററിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളതെന്ന് നോക്കാം. 27-ാം തീയതി പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡുകളാണ് ഇന്നു മുതൽ ലഭ്യമായിരിക്കുന്നത്. 29-ാം തീയതി എഴുതേണ്ട വിദ്യാർത്ഥികളുടെ 26-ാം തീയതിയും 30-ാം തീയതി എഴുതേണ്ട വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡുകൾ 27-ാം തീയതിയും 31 തീയതികളിൽ എഴുതേണ്ട വിദ്യാർത്ഥികൾക്ക് തൊട്ട് 3 ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡുകൾ ജെഇ മെയിൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ആവുകയുള്ളൂ. നമുക്കറിയാം ഏത് ദിവസമാണ് എക്സാം എന്നുള്ളതും ഏത് ജില്ലയിലാണ് എക്സാം എന്നുള്ളതും അഡ്വാൻസ്ഡ് എക്സാം സിറ്റി ഇൻഫർമേഷൻ നമുക്ക് എല്ലാവർക്കും ലഭിച്ചതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെയും എക്സാം ഡേറ്റ് എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അഡ്വാൻസ്ഡ് എക്സാം സിറ്റി എന്നുള്ള ഇൻഫർമേഷനിലൂടെ. അപ്പോൾ ഏത് ദിവസമാണ് എന്ന് നോക്കി മനസ്സിലാക്കി അതിന് 3 ദിവസം മുമ്പാണ് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇനി അഡ്മിറ്റ് കാർഡുകളുടെ ആ പ്രധാനപ്പെട്ട ഇൻഫർമേഷനിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്ത് ഏതാണ്ട് 22ഓളം സെൻറ്ററുകളിലായിട്ടാണ് ജെഇ മെയിൻ 2024 ബിടെക്കിൻ്റെ എക്സാം 27-ാം തീയതി മുതൽ നടക്കുന്നത്. 27, 29, 30, 31 ഫെബ്രുവരി 1 എന്ന തീയതികളിലാണ് എക്സാം നടക്കുന്നത്. ആദ്യത്തെ ഷിഫ്റ്റ് 9 മുതൽ 12 വരെയും രണ്ടാമത്തെ ഷിഫ്റ്റ് 3 മുതൽ 6 വരെയായിരിക്കും. അപ്പം നമ്മളുടെ അഡ്മിറ്റ് കാർഡുകളിൽ ഏത് സമയമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ നോക്കി മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇപ്പോൾ അഡ്മിറ്റ് കാർഡിൽ മാത്രമാണ് ഏത് എക്സാം സെൻറ്റർ എന്നുള്ളതിൻ്റെ അഡ്രസ്സും ഏത് ഷിഫ്റ്റാണ് എന്നുള്ളതിൻ്റെ വന്നിരിക്കുന്നത്. ആ ഷിഫ്റ്റിന് കൃത്യം അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ലാസ്റ്റ് ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതുകൊണ്ട് രാവിലെ 9 മണിയാണെങ്കിൽ 8:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. ഒരു കാരണവശാലും അത് കഴിഞ്ഞ് പ്രവേശിപ്പിക്കുകയില്ല. ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്കാണ് 2:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനു മുമ്പ് എക്സാം സെൻറ്ററിൽ പ്രവേശിച്ചിരിക്കണം. 27-ാം തീയതി പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളിലാണ് അഡ്മിറ്റ് കാർഡുകൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ബാക്കിയുള്ളത് അതാത് ദിവസങ്ങളിൽ ജെഇ മെയിൻ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. jemain.nta.ac.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത ലിങ്കിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതിയാൽ പോയ ചില കുട്ടികളെങ്കിലും അത് ഒരു A4 സൈസിൽ ടോളായിട്ട് പോർട്രേറ്റ് ആയിട്ട് ഒരു സിംഗിൾ പേജിലല്ല ആദ്യത്തെ പേജ് പ്രിൻ്റ് ഔട്ട് എടുത്തത്. നിർബന്ധമായും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മൊത്തം അഡ്മിറ്റ് കാർഡ് 4 പേജ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ 1-ാമത്തെ പേജ് നമ്മളുടെ ഫോട്ടോ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ തൊട്ട് താഴെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ഒട്ടിക്കുന്ന സ്ഥലം വരെ ഒരു സിംഗിൾ A4 സൈസ് പേജിൽ പോർട്രേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കണം. അത് അതിൻ്റെ സെൽഫ് ഡിക്ലറേഷനോ താഴെ ഫോട്ടോ ഒട്ടിക്കേണ്ടതൊക്കെ മറ്റൊരു പേജിലാണെങ്കിൽ അത് അനുവദിക്കുകയില്ല. അപ്പോൾ ഒരു സിംഗിൾ A4-ൽ വേണം ആദ്യത്തെ പേജ് 2, 3, 4 എന്നിവ നമുക്കുള്ള ഇൻസ്ട്രക്ഷനാണ്. അത് എക്സാം ഹാളിൽ കൊണ്ടുപോകണം നിർബന്ധമില്ല. 4-ാമത്തെ നോൺ ആധാർ ഡീറ്റെയിൽസ്, അതായത് ആധാർ വെച്ചുള്ള അല്ല ഡീറ്റെയിൽസ് കൊടുത്തതെങ്കിൽ പാസ്പോർട്ടോ അതുപോലെ തന്നെ ഡിജി ലോക്കറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് സെൻറ്റർ വെച്ചിട്ടാണ് ജെഇ മെയിൻ അപ്ലൈ ചെയ്തതെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ നേരത്തെ ചെല്ലുകയും അതുപോലെ തന്നെ വെരിഫിക്കേഷനും നോൺ ആധാറിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഡിക്ലറേഷൻ അഡ്മിറ്റ് കാർഡിൻ്റെ 4-ാമത്തെ പേജ് കൂടി കൊണ്ടു ചെല്ലേണ്ടതുമാണ്. അതല്ലാത്ത വിദ്യാർത്ഥികളെല്ലാം ആ ആദ്യത്തെ പേജ് 1-ാമത്തെ പേജ് ഒരു സിംഗിൾ A4 പേജിലാണ് എടുക്കേണ്ടത്. 4 പേജും കൂടെ ഒരു A4 അല്ല, മൊത്തത്തിൽ 4 പേജുണ്ട്. അതിൽ ആദ്യത്തെ പേജാണ് ഒരു പോർട്രേറ്റ് ആയിട്ട് സിംഗിളായിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിനകത്ത് നിർബന്ധമായും സിഗ്നേച്ചറിൻ്റെ ഇടത്ത് സൈഡിലായി ബാർകോഡ് ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യണം. The candidates are also required to ensure that the barcode is available on the admit card while downloading it. അതായത് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്താനായിട്ട് പ്രത്യേകിച്ച് ലിങ്കോ ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് എടുക്കണമെന്നോ അല്ലെങ്കിൽ നമുക്കതിന് സെപ്പറേറ്റ് ആയിട്ട് ലിങ്കോ ഒന്നുമില്ല.
jmain.nta.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് എല്ലാവരും അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്ത് വരുന്ന ആ സമയത്ത് ഒന്നെങ്കിൽ ജെഇമെയിൻ്റെ സെർവർ ബിസി ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ഹാങ് ആകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ ഇമേജസോ ബാർകോഡോ അവിടെ വരാത്തത്. അത് ഒരു സെപ്പറേറ്റ് ലിങ്കിൽ നിന്ന് മാത്രം ചെയ്താലേ ബാർകോഡ് കിട്ടുമെന്നൊന്നുമില്ല. നമ്മുടെ ജെഇമെയിൻ്റെ സൈറ്റിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്താൽ ലഭ്യമാകും. പക്ഷേ ബാർകോഡ് ഉണ്ടെന്നുള്ളതും നമ്മളുടെ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്ത് തന്നെയാണെന്ന് വന്നിട്ടുള്ളതെന്നുള്ളതും ഉറപ്പാക്കേണ്ടതാണ്. ഏതെങ്കിലും സാഹചര്യവശാൽ നമ്മളുടെ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ അപ്ലൈ ചെയ്തത് നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ ഡിസ്പ്ലേ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഇമെയിൽ അഡ്രസ്സിൽ NTA അറിയിക്കേണ്ടതാണ്. ബാർകോഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ ഇപ്പം ഒന്നും കൂടെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതിയാകും. ആ സമയത്ത് ഉറപ്പായിട്ടും ബാർകോഡ് വരും. ബാർകോഡ് വന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇമെയിൽ ചെയ്യേണ്ടതായിട്ടില്ല. അത് ആ സമയത്ത് ആ സെക്കൻഡിൽ ഒന്ന് ഡിസ്പ്ലേയിൽ വരാത്തതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അതോ വീണ്ടും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ലഭ്യമാകുന്നതാണ്. ജെഇമെയിൻ 2024 BE BTechൻ്റെ അഡ്മിറ്റ് കാർഡിനകത്ത് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാകും, ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ടാകും. ഇതാണ് ബാർകോഡ്. സിഗ്നേച്ചറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ബാർകോഡ് വരുന്നത്. ഇതാണ് നിങ്ങൾ നിർബന്ധമായും അഡ്മിറ്റ് കാർഡിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത്. ആർക്കിടെക്ചറിന് പോയ കുറേ വിദ്യാർത്ഥികൾക്ക് അത് ആ സമയത്ത് അവരുടെ അഡ്മിറ്റ് കാർഡിൽ ഇല്ലാത്തത് കൊണ്ട് വെളിയിൽ എക്സാം സെൻറ്ററിനും വെളിയിലെ ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ ആ സമയത്ത് പോയി അത് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാ സെൻറ്ററുകളിലും സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തം അത് സംഭവിച്ചിട്ടുണ്ട്. അത് ജെഇമെയിൻ്റെ വെബ്സൈറ്റിൽ ആ സമയത്ത് സെർവർ ബിസി ആയതുകൊണ്ട് വന്നൊരു സാങ്കേതിക പിഴവാണ്. ഇപ്പോൾ അത് വരുന്നില്ല. എന്നിരുന്നാലും അഡ്മിറ്റ് കാർഡിൽ ബാർകോഡ് ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അത് നമ്മളുടെ ഉത്തരവാദിത്വവുമാണ്. എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ്, ഏത് ഷിഫ്റ്റാണ് എക്സാം, ആ ഷിഫ്റ്റിന് കൃത്യം അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് എക്സാം ഹാളിൽ പ്രവേശിപ്പിക്കുകയില്ല. അതുകൊണ്ട് എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ് നേരത്തെ തന്നെ തലേ ദിവസം തന്നെ ഈ എക്സാം സെൻറ്റർ എവിടെയാണ്, നമുക്ക് എത്ര ദൂരം കൊണ്ട് അവിടെ സഞ്ചരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. അതോടൊപ്പം സെൽഫ് ഡിക്ലറേഷൻ അത് ഈ പേജിൽ തന്നെയാണ്. അത് വേറെ പേജിൽ എടുക്കേണ്ടതല്ല. നമ്മളുടെ പേരും അഡ്രസ്സുമാണ്, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ എല്ലാം കൃത്യമാണെന്നുള്ള നമ്മളുടെ ഒരു ഡിക്ലറേഷൻ മാത്രമാണ്. അത് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ എഴുതേണ്ടതാണ്. നീലമഷി, ബ്ലൂ ഓർ ബ്ലാക്ക് ഏതെങ്കിലും ഒരു ബോൾ പേന കൊണ്ട് നമ്മളുടെ പേരും അഡ്രസ്സും നമുക്ക് പൂരിപ്പിക്കാം. അഡ്മിറ്റ് കാർഡിൻ്റെ ആദ്യത്തെ വശം ഇത് ഒന്നാമത്തെ പേജ് തന്നെയാണ്. കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കണം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒട്ടിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അതും വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് പോകേണ്ടതാണ്. സിഗ്നേച്ചർ എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിന് മുമ്പിലാണ് ഇടേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ മുതൽ താഴത്തെ നമ്മൾ ഒട്ടിക്കുന്ന സിഗ്നേച്ചർ തമ്പ് ഇംപ്രഷൻ വരെ ഒരൊറ്റ A4 ഇതൊരു പേജായിരിക്കണം. ഇത് 2 പേജിലോ 3 പേജിലോ ആയിട്ട് ഒരു കാരണവശാലും കൊണ്ടുചെല്ലരുത്. ഇതൊരു സിംഗിൾ A4 പേജിൽ ഒരു പോർട്രേറ്റ് ആയിട്ട് ഈ പേജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇതാണ് മെയിൻ അഡ്മിറ്റ് കാർഡ്. എക്സാമിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, ഒന്ന് റിപ്പോർട്ടിംഗ് ടൈം, അതുപോലെ തന്നെ ഗേറ്റ് ക്ലോസിംഗ് ടൈം, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. കാരണം നമുക്ക് 27 മുതൽ ഫെബ്രുവരി 1 വരെ പരീക്ഷയുള്ളത് കൊണ്ട് എക്സാമിൻ്റെ ഡേറ്റ്, ടൈം, എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ് എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കണം. അതുപോലെ ഷിഫ്റ്റ്, രാവിലെ മോർണിംഗ് ഷിഫ്റ്റാണോ ഈവനിങ് ഷിഫ്റ്റിലാണോ എക്സാം എന്നുള്ളതും നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഷിഫ്റ്റ് ആൻഡ് ടൈമിങ്സ്, വെന്യൂ ഓഫ് ദ ടെസ്റ്റ്, നമ്മുടെ എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ്. നമുക്ക് ജെഇമെയിന് നമുക്ക് ഡിജി ലോക്കറോ പാസ്പോർട്ടോ ഏതെങ്കിലും ഒരു ID വെച്ച് ABC ID ഒക്കെ വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ ആധാറിൻ്റെ ഡേറ്റ വെരിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ 1 മണിക്കൂറെങ്കിലും മുമ്പ് അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്രയും നേരത്തെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി എക്സാം ഹാളിൽ പ്രവേശിക്കാവുന്നതാണ്. അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ നമ്മളൊരു ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഫോട്ടോ കൂടി കൊണ്ടുചെല്ലേണ്ടതായിട്ടുണ്ട് അവിടുത്തെ അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട്. അപ്പം ഫോട്ടോ ഒട്ടിച്ച് തമ്പ് ഇംപ്രഷൻ വെച്ച ഒരു അഡ്മിറ്റ് കാർഡും അഡീഷണൽ ആയിട്ടൊരു ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. വാലിഡ് ഫോട്ടോ ID, നമ്മൾ ഏതെങ്കിലും ഒരു ID നമ്മളുടെ ഫോട്ടോ ഉള്ള ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഫോട്ടോ ഉള്ള ഏതെങ്കിലും ഒരു IDയും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID കൊണ്ടുപോകുമ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, റേഷൻ കാർഡ്, 12th അഡ്മിറ്റ് കാർഡ് അതുപോലുള്ളത് കൊണ്ടുചെല്ലാം. നമ്മൾ അക്ഷയയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ചെന്ന എൻറോൾമെൻറ്റ് ഫോമാണ് കൊണ്ടുചെല്ലുന്നതെങ്കിൽ അതിനകത്ത് ആധാർ നമ്പറും കൂടെ ഉണ്ട് എന്ന് ഉറപ്പാക്കണം. അക്ഷയയിൽ നമ്മളൊരു ആധാർ എടുത്തതിന് ശേഷം അതിന് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാനായിട്ടോ ഏതെങ്കിലും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ എൻറോൾമെൻറ്റ് ഫോം നമുക്ക് തീർച്ചയായിട്ടും വാലിഡ് ID ആയിട്ട് കൊണ്ടുചെല്ലാം. പക്ഷേ അതിനകത്ത് എൻറോൾമെൻറ്റ് നമ്പറിനോടൊപ്പം തന്നെ ആധാർ നമ്പർ ഉണ്ടെന്നുള്ളതും ഉറപ്പാക്കണം. റഫർക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള A4 പേപ്പർ അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യും. അത്
നമ്മളുടെ എക്സാമിന് ശേഷം നിർദ്ദിഷ്ട ബോക്സിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിച്ച പേപ്പറുകളെല്ലാം നമ്മൾ നിക്ഷേപിച്ചിട്ടേ പോരാവുള്ളൂ. അതുപോലെ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡും നമ്മൾ ആ എക്സാം സെൻറ്ററിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ബോക്സിനകത്ത് ഇട്ടിട്ടാണ് വരുന്നത്. വാലിഡ് ID പ്രൂഫ് മാത്രമേ നമുക്ക് എക്സാം സെൻറ്ററിൽ നിന്ന് തിരികെ പോരുമ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാകാവുള്ളൂ. JEE Main 2024 BE BTech എക്സാം 27 മുതൽ IITകളിലെ പ്രവേശനവും NITകളിലെ പ്രവേശനവും IIITകളിലെ പ്രവേശനവും ഒക്കെ തീരുമാനിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് സ്കോർ നേടാൻ സാധിക്കുന്ന ഈ എക്സാമിനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത്. നമ്മളുടെ യാതൊരുവിധ ജാഗ്രത കുറവ് കൊണ്ട് നമുക്ക് ആ എക്സാമിന് ഉപയോഗിക്കുന്ന 3 മണിക്കൂർ ഒരു കാരണവശാലും നഷ്ടപ്പെടാനുള്ള, നമ്മളുടെ ഏകാഗ്രത നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്കരുത്. അതുകൊണ്ട് ഏറ്റവും നന്നായി നമ്മൾ ആർജിച്ചിരിക്കുന്ന, നമ്മൾ പഠിച്ചിരിക്കുന്ന, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ആ കഴിവനുസരിച്ച് നമുക്ക് എക്സാം എഴുതാനുള്ള എല്ലാ സാഹചര്യവും നാം തന്നെ സൃഷ്ടിക്കേണ്ടതാണ്. അപ്പം അതോടൊപ്പം അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ, വാലിഡ് ID പ്രൂഫ്, ഒരു ബോൾ പോയിൻറ്റ് പെന്ന്, ആവശ്യത്തിന് വെള്ളമെടുക്കാനുള്ള വാട്ടർ ബോട്ടിൽ എന്നിവ നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ പ്രവേശിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഒരു സിംഗിൾ ആദ്യത്തെ പേജ്, 4 പേജുള്ളതിൽ ആദ്യത്തെ പേജ് നിങ്ങൾക്ക് അത് എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകുന്ന ഒരു സിംഗിൾ A4 സൈസ് പേപ്പറിലാണെന്നും അതിനകത്ത് ബാർകോഡ് ഉണ്ടെന്നുള്ളതും ഉറപ്പാക്കുക. ഫെബ്രുവരി 12-ാം തീയതിയാണ് JEE Mainൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ, ആദ്യ സെഷൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ പ്രസിദ്ധീകരിക്കുന്നത്. 2023 മലയാളികൾ ദേശീയ തലത്തിൽ ശോഭിച്ചതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഒരു വലിയ തിളക്കമുള്ള വിജയമാവട്ടെ, ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.